എഴുന്നേറ്റ് നടക്കാറാകുമ്പോ വൈജ അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോണുണ്ട്, കൊല്ലപ്പള്ളിയിലേക്ക്. അവിടെ ചെന്ന് കഴിയുമ്പോ കമൽ പറയുന്നുണ്ട്, അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടത്തി, എല്ലാം ഓക്കെ ആയില്ലേ? കുഴപ്പമില്ല, ഈ സ്റ്റിക്കും കുത്തിപ്പിടിച്ച് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. എത്ര കാലം എന്ന് പറഞ്ഞാ കിടക്കുന്നത്? കിടക്കുമ്പോ ഓരോരുത്തരുടെ മുഖമൊക്കെ കാണണമല്ലോ. അത് മാത്രല്ല, ആ അലീന എന്ന ആ പിഴച്ചവളുടെ മുഖം കൂടി കാണണ്ടേ? അവളല്ലേ എന്നെ നോക്കുന്നതും പരിചരിക്കുന്നതൊക്കെ. അവൾ പറഞ്ഞെല്ലാം അനുസരിക്കണം. ഇനിയിപ്പോ എന്തായാലും അതിന് എന്നെ കിട്ടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാണ്. മുത്തശ്ശി അമ്മ എവിടെ എന്ന് ചോദിക്കുമ്പം മുറിയിലുണ്ടെന്ന് കമല പറയുന്നുണ്ട്. ചേച്ചി മുറിലോട്ട് ചെല്ല്, ഞാൻ ചായയുമായിട്ട് വരാം എന്ന് പറയാണ്. അങ്ങനെ വൈജ മുത്തശ്ശി അടുത്തേക്ക് ചെല്ലാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, മോള് നടക്കാനൊക്കെ തുടങ്ങിയോ? അമ്മ എന്താ എന്റെ അടുത്തുനിന്ന് പെട്ടെന്ന് ഇങ്ങ് പോകുന്നത്? കുറച്ചു ദിവസം കൂടി അവിടെ നിന്നാ പോരായിരുന്നോ? എനിക്കൊരു കൂട്ടായിട്ട്. വേണ്ട മോളെ, അത് ശരിയാവില്ല. എന്തൊക്കെയാണെങ്കിലും അതെന്റെ മോളെ കെട്ടിച്ചുവിട്ട വീടല്ലേ. ഞാൻ താമസിക്കേണ്ടത് എന്റെ മോന്റെ വീട്ടിലാ. ഇവിടെ ഇപ്പോ കമലയുടെ സ്വഭാവം എങ്ങനെയാണെങ്കിലും ഇവിടെ വൃത്തിയൊന്നും ഇല്ലെങ്കിലും ഇവിടെ തന്നെ അങ്ങ് കടിച്ചുകൂടാന്നാണ് ഞാൻ കരുതിയത്. ഇപ്പൊ പിന്നെ എനിക്ക് നടക്കാനാവുന്നുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാ ചെയ്യുന്നത് എന്ന് പറയാണ്. അല്ല, ഒരു ജോലിക്കാരി വരുന്നില്ലേ? അവളെല്ലാം ചെയ്യില്ലേ? എന്ത് ചെയ്യാനാ, രാവിലെ വരും, മുറ്റവും വരെയൊക്കെ തൂത്തുവാരി തുടച്ചിട്ടിട്ട് അവൾ അങ്ങ് പോകും. എന്റെ മുറിയിലേക്ക് കയറാറ് പോലും ഇല്ലായിരുന്നു. എന്തായാലും ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസ. പിന്നെ അലീന ഉണ്ടായിരുന്നപ്പോ ഈ മുറി കാണാൻ എന്ത് ഭംഗിയായിരുന്നു. ഞാനും നന്നായിട്ടിരുന്നതാ, അതെല്ലാം പോയി. എന്ത് പറഞ്ഞാലും അമ്മയ്ക്കൊരു അലീന. എപ്പോഴും അമ്മയ്ക്ക് ഇത് മാത്രമേ ഉള്ളൂ, അലീന അലീന അലീന. കേട്ട് കേട്ട് ഞാൻ മടുത്തു. 4 പാടവും തിരിഞ്ഞാലും അലീന, ആ ഒരു പേരെ കേൾക്കാനുള്ളൂ. അപ്പോ മുത്തശ്ശി പറയാണ്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അലീന ബാലേന്ദ്രന്റെ മകളാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാവുമ്പോ നമ്മുടെ കുടുംബത്തിലെ ഒരംഗമായില്ലേ? അമ്മ എന്ത് വർത്താനായി പറഞ്ഞത്? അവൾ എങ്ങനെ നമ്മുടെ കുടുംബത്തിലെ അംഗമാകും? ബാലേന്ദ്രൻ എന്നെ ചതിച്ചതാണെന്ന് ഞാൻ പറയുമ്പോ നിങ്ങളെല്ലാം പറയും ഞാനും അതെ ചതി ചെയ്തതാണെന്ന്. ശരിയായിരിക്കാം. പക്ഷേ അമ്മ ഒരു കാര്യം ചിന്തിക്കണം. അത് ബാലേന്ദ്രന്റെ മകളൊന്നുമല്ല. എനിക്കറിയാം, അയാളെ പറഞ്ഞതെല്ലാം പച്ചക്കള്ള. അയാൾക്കിപ്പോ എന്നെ വേണ്ട. ചെറുപ്പക്കാരിയായ ഒരു കൊച്ചു പെൺകുട്ടിയെ കണ്ടപ്പോ അവന്റെ മനസ്സ് മാറി. അത് തന്നെയാ കാരണം. മോളാന്ന് പറയുമ്പോ നമ്മളാരും ഒന്നും പറയില്ലല്ലോ. അതുകൊണ്ടാ അവൻ അങ്ങനെ പറഞ്ഞത്. അവന്റെ മനസ്സിൽ ഇപ്പോഴും അവളെ വെച്ചോണ്ടിരിക്കണം. അത് തന്നെയാ കാര്യം. ഛേ, അങ്ങനെയൊന്നും പറയാതെ നീ വൃത്തിയോടെ പറയല്ലേ. അലീന ഒരു പാവവാ, എനിക്കിത് മനസ്സിലായി. അവന്റെ മോളാന്ന് അറിഞ്ഞിട്ടും എന്നെ ശുശ്രൂഷിക്കുന്നതിലും ആ വീട് നോക്കുന്നതിലും അവൾ എന്തെങ്കിലും വീഴ്ച വരുത്തിയോ? നീ അവളെ ഉപദ്രവിക്കാനായിട്ട് വിളിച്ചു വരുത്തിയല്ലോ. നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിച്ചില്ലേ? എന്നിട്ട് അവള് പിന്മാറിയോ? അവള് നിന്നെ പൊന്നുപോലെ നോക്കിയില്ലേ? നീ ഇത്രയും വിട്ട് തെണിച്ച് നടന്നു തന്നെ അവള് കാരണല്ലേ. പിന്നെ എന്തിനാ നീ അങ്ങനെയൊക്കെ വൃത്തിയോട് പറയണേ? അമ്മേ, നിങ്ങളെ എല്ലാവരെയും അവൻ പറഞ്ഞു മയക്കിയിരിക്കുക ആ ബാലേന്ദ്രൻ. ശരിക്കുള്ള സത്യം അതൊന്നും അല്ല. ആ അലീനയും അയാളും ഇപ്പൊ ജീവിക്കുന്നത് ഭാര്യ ഭർത്താവിനെ പോലെ തന്നെയാ, എനിക്ക് ഉറപ്പാ. ദേ വൈജയ്, മോളാണെന്ന് നോക്കില്ല, എന്റെ കൈയെ നിന്റെ കവളത്ത് വീഴും. അലീന എനിക്കെന്റെ കൃഷ്ണമോളെ പോലെ തന്നെയാ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിലവക്ക് ഒരു സ്ഥാനമുണ്ട്. അനാഥാലയത്തിൽ വളർന്ന പെൺകുട്ടിയാ. അതിന്റെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അവൾക്ക് കാണാനുമുണ്ട്. എല്ലാവരോടും അവക്ക് നല്ല സ്നേഹ. ആരോടും അവക്കൊരു വിരോധമില്ല. എല്ലാവർക്കും വിരോധം അവളോട് മാത്രാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാല് അവളെക്കുറിച്ച് ഇമാതിരി അനാവശ്യം എന്നോട് പറയരുത്. എനിക്കിത് സഹിക്കാനാവില്ല. ആഹാ, അമ്മയാളെ കൊള്ളാലോ. അമ്മയ്ക്ക് എന്നെക്കാട്ടിൽ ഇഷ്ടമാണോ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന അവള്? അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെ പറയുമ്പോഴും എനിക്ക് അല്ലുണ്ട് മനസ്സിന് വല്ലാത്ത സ്നേഹ വൈജയ്. നിനക്കത് മനസ്സിലാവുന്നില്ല. എന്റെ കൊച്ചുമക്കളോടെന്ന പോലെ എന്റെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് അവളോട് എനിക്ക് ഭയങ്കര സ്നേഹ. വെറുക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ ഞാൻ ഒത്തിരി ശ്രമിച്ചതാ. പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല. അവളുടെ മുഖത്തോട് നോക്കുമ്പോഴേ കുട്ടിക്കാലത്ത് നീ ഇരുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. നിന്നെ കാണുന്ന പോലെയാ ഞാൻ അവളെയും കാണുന്നത്. എന്തോ എവിടെയൊക്കെയോ നിന്റെ മുഖച്ചായം എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. അത് കാണുമ്പോ നിന്റെ മോളാന്നാ എനിക്ക് തോന്നിപ്പോണത് എന്ന് പറയുമ്പോ വൈജ പറയാണ്, അവളോ എന്റെ മോളോ? ഏതോ ഒരുത്തി പിഴച്ചു പെട്ടിട്ട് പോയ അവളൊക്കെ എന്റെ മോളാകുവോ? അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ടോ എന്നൊക്കെ അറിയാതെ വാവിട്ട് ചോദിക്കാണ് വൈജ. വൈജയ്, നീ കൂടുതൽ എന്നെ കൊണ്ട് പഴയ കാര്യങ്ങളൊന്നും പറയക്കരുത്. നീ എന്താ അത്രയ്ക്ക് പെർഫെക്റ്റ് ആണെന്നാണോ നിന്റെ ഓർമ്മ? എന്തോന്ന് പാരമ്പര്യം? നിന്റെ ആങ്ങളമാര് വരെ അന്തസ്സായിട്ട് തന്നെ ജീവിച്ചത് 3 പേരും. അത് നിനക്കറിയാലോ. പക്ഷെ നിന്റെ സ്വഭാവം എന്തായിരുന്നു? ഈ കുടുംബത്തിനും ഞങ്ങൾക്കും തറവാട്ടിലെ പേരിനും എല്ലാം കളങ്കം വരുത്തുന്ന രീതിയിലായിരുന്നല്ലോ നിന്റെ പെരുമാറ്റവും നിന്റെ പ്രവൃത്തികളും. നേരത്തെ ഒരു കൊച്ചുണ്ടായ കാര്യമൊന്നും നീ മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കാണ്.
അപ്പോ ഇവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അതെല്ലാം ഓർമ്മ വെച്ചാണല്ലോ നീ സംസാരിക്കുന്നത്. അപ്പൊ പിന്നെ അലീനനെ ഒരു പെണ്ണ് പിഴച്ചു പറ്റതാണെന്ന് പറയാൻ നിന്റെ നാക്കിന് എങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞ് വഴക്ക് പറയാണ്. അപ്പോ അവളൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഈ സമയത്ത് കമല ചായയുമായിട്ട് വരുന്നുണ്ട്. ഏടത്തേക്കിപ്പോ ഓക്കെ അല്ലേ? ഓക്കെയാ. അല്ല അവൾ അങ്ങനുണ്ട് ആ അലീന ഇപ്പോഴും ബാലേന്ദ്രന് പിന്നാലെ തന്നെയാണോ? അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. അവളാ ആ വീട് ഭരിക്കുന്നത്. ഞാനെന്തായാലും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അല്ല ചേച്ചി, അവളെ ഉപദ്രവിക്കാനാണെന്നും പറഞ്ഞ് ചേച്ചി അവിടെ വന്നിട്ട് എന്തായി? എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? എവിടെന്ന്? ഞാൻ എന്ത് പണി പറഞ്ഞാലും അവള് ചെയ്തോണ്ടിരിക്കുക. അത്ര ഞാനിട്ട് കഷ്ടപ്പെടുത്തി നോക്കിയിട്ട് അവക്ക് ഒരു മാറ്റവും ഇല്ല. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കും. ആ വീട്ടുജോലി മൊത്തം ചെയ്യും. പിള്ളേരുടെ കാര്യവും ബാലേന്ദ്രന്റെയും എന്റെയും കാര്യങ്ങളെല്ലാം നോക്കും. കിടന്ന കിടപ്പിലായിപ്പോയ എന്റെ മലോ മൂത്രം വരെ അവളെ എടുത്തു. എന്നെ കുളിപ്പിച്ചു. എല്ലാം ചെയ്തു. ഞാൻ അവളെ ഒത്തിരി കഷ്ടപ്പെടുത്താൻ ശ്രമിച്ചു. പാതിരാത്രിയിലൊന്നും ഞാൻ ഉറക്കിയിട്ടില്ല. എന്നിട്ട് പോലും അവക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒരു ക്ഷീണവും ഇല്ല. അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതാ. എന്റെ പൊന്നേട്ടത്തി, അവളെ സർവ്വ അടവുകളും പഠിച്ച് തെളിഞ്ഞവളാ. എല്ലാം അറിയാഞ്ഞിട്ട് തന്നെ അവൾ വന്നത്. ചേച്ചിയുടെ അവസ്ഥയും വീട്ടിലെ അവസ്ഥയും എല്ലാം അവൾ മനസ്സിലാക്കിയതുവാ. എന്റെ സംശയം ചേച്ചി നിന്നെ രാത്രി കാറോടിച്ചങ്ങനെ പോയപ്പോ ചേച്ചിയുടെ കാറിന്റെ ബ്രേക്ക് വല്ലതും അവൾ ഊരി വിട്ടോന്നാ. മനഃപൂർവ്വം ചേച്ചിയെ കൊല്ലാൻ വേണ്ടി അവൾ ചെയ്തതാണെങ്കിലോ? മുത്തശ്ശി പറയാണ്. ദൈവദോഷം പറയല്ലേ കമലേ. രാത്രി അവൾ പോയി വണ്ടി ആക്സിഡന്റ് ആക്കിയതിന് ഇവളെന്ത് കഴിച്ചു? പറയാൻ പറ്റില്ലല്ലോ. എല്ലാ അവളുമാരും കണക്കാ. അങ്ങനെയൊക്കെ ചിന്തിച്ചുടാന്ന് ഇല്ലല്ലോ. ഇവളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ആ വീടും സ്വത്തും സുഖവും എല്ലാം അവക്കുള്ളതല്ലേ. അതുകൊണ്ട് അവള് ചെയ്തതല്ലെന്ന് പറയാൻ വെക്കുവോ? എന്റെ വൈജയ്, നീ കണ്ടില്ലേ ഇതാ അവരുടെയൊക്കെ സ്വഭാവം. എന്ത് പറ്റിയെന്ന് ഒരു പിടിയില്ല. അന്ന് അലീനനെ നീ ഹോസ്പിറ്റലായിരുന്നപ്പോ എല്ലാവരും കൂടി തട്ടിക്കൊണ്ട് പോയല്ലോ. അന്ന് ഗംഗേട്ട നാട്ടിൽ നിന്ന് വരികയും ചെയ്തു. അന്ന് മുതൽക്ക് എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല. എല്ലാവരും അവളുടെ പിന്നാലെയാ അലീന അലീന എന്ന് പറഞ്ഞുകൊണ്ട്. ദേ നിന്റെ ഈ അമ്മയുണ്ടല്ലോ, അമ്മ പോലും ഇപ്പൊ അലീനയുടെ സൈഡാ, നിന്റെ സൈഡല്ല എന്ന് പറയാണ്. അപ്പോ മുത്തശ്ശീനെ ഓർക്കാണ് അവര് പറഞ്ഞ കാര്യം. ഗംഗേട്ടൻ പറഞ്ഞല്ലോ പഴയ രഹസ്യങ്ങളെല്ലാം, വൈജയുടെ രഹസ്യങ്ങളെല്ലാം ബാലേന്ദ്രൻ തിരിച്ചറിഞ്ഞുള്ള കാര്യം. ആ ഒരു കാര്യം പറയാണ്. അതിങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവളിങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ അമ്മ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അലീന വൈജയുടെ മകളാണെന്ന് സത്യം മുത്തശ്ശി അറിഞ്ഞിട്ടില്ലെങ്കിലും ബാലേന്ദ്രൻ ഇങ്ങനെ അവക്കൊരു കുഞ്ഞുണ്ടായിരുന്നുള്ള കാര്യം അറിഞ്ഞുള്ള കാര്യം പറയാണ് കേട്ടോ. ആ ഒരു കാര്യം മുത്തശ്ശിക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശി ആകെപ്പാടെ ഇങ്ങനെ ഒരു സൈസ് വല്ലാണ്ട് വെപ്രാളം പിടിച്ചിരിക്കുകയാണ്. ശരി ഏട്ടത്തി, എനിക്ക് അടുക്കളയിലെ കുറച്ച് പണിയുണ്ട്. ആ ജോലിക്കാരി ഉള്ളതും ഇല്ലാത്തതും കണക്കാ. വെച്ച് വിളമ്പേണ്ടതെല്ലാം ഞാൻ തന്നെയാ. മടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ്. അമ്മേ, അന്നേ നമ്മുടെ അച്ഛൻ കഴക്കൂട്ടത്ത് പോയിട്ടല്ലേ അലീനയെ കൊണ്ടുവന്നത്? അതിനു മുമ്പ് ഇവിടെ ഒരു കന്യാസ്ത്രീയും വന്നിരുന്നില്ലേ? അതിനുശേഷം വയ്യാതെ കിടന്ന അച്ഛൻ അങ്ങ് വരെ യാത്ര ചെയ്ത് അലീനെ തന്നെ പോയി സെലക്ട് ചെയ്തത്. അതിലൊക്കെ എന്തോ ഒരു ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രല്ല, അന്നും അവൾ വന്നതിന് ശേഷവും കുറെ മാസങ്ങള് ബാലേന്ദ്രൻ ഞാൻ എന്ത് പറഞ്ഞാലും മൂളി കേൾക്കായിരുന്നു. അലീനെ അറിയത്തുകൂടില്ലാത്ത ഭാവത്തിൽ നടിച്ചതും അലീനെ ഇറക്കി വിടാൻ വരെ ഒരു തവണ നോക്കിയിട്ടുണ്ടല്ലോ. അന്നും ബാലേന്ദ്രൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ പെട്ടെന്ന് അയാൾക്ക് ഒരു മകളെ പൊട്ടിമുളച്ചത്? എനിക്കതാ മനസ്സിലാവാത്തത്. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അല്ല, അച്ഛന്റെ ആ മുറി ഇപ്പോ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അച്ഛന്റെ ആ റീഡിംഗ് റൂം? അത് പൊടിയും മാറലൊക്കെ പിടിച്ച് കിടക്കാം മോളെ. ഒന്ന് ഒതുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാനാ? ആ ജോലിക്കാരി പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല. എല്ലാം ഒന്ന് ഓടിച്ചു തൂത്തിട്ട് അവൾ അങ്ങ് പോകും. പിന്നെ കമലയുടെ കാര്യം പറയണ്ടല്ലോ. എന്റെ കാലൊന്ന് നേരായിട്ട് വേണം എനിക്ക് അതെല്ലാം ഒന്ന് പൊടി തട്ടി സൂക്ഷിച്ചു വെക്കാനായിട്ട്. അദ്ദേഹം അങ്ങോട്ടേക്ക് ആരെയും കയറ്റാതെ എല്ലാം ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ. അതുകൊണ്ട് അതെന്നും അങ്ങനെ തന്നെ കാത്തു നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ഇവിടെ ആരൊതുക്കാനാ എന്നൊക്കെ ചോദിക്കാണ്. അങ്ങനെ വൈജ പറയുന്നുണ്ട്, ഞാൻ അതിലോട്ട് നോക്കട്ടെ, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. ഈ അലീന ശരിക്കും ബാലേന്ദ്രന്റെ മകള് തന്നെയാണോന്നേ നമുക്കൊന്ന് അന്വേഷിക്കാം. അങ്ങനെ എൻ്റെ അച്ഛൻ അവിടെ പോയി അവളെ കാണണമെന്നുണ്ടെങ്കിലേ അതിലെന്തോ ഒരു കള്ളത്തിനുണ്ടമ്മേ, ഞാനത് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് അവൾ നേരെ അച്ഛൻ്റെ ആ പഴയ റീഡിംഗ് റൂമിലേക്ക് പോവാണ് കേട്ടോ. അവിടെ അച്ഛൻ്റെ പഴയ കുറെ സാധനങ്ങളും ബുക്കുകളും മുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന കുറെ വസ്തുക്കളൊക്കെ ആയിട്ട് ഒരു മുറി ഇങ്ങനെ അടച്ചു കൂട്ടി ഇട്ടിരിക്കുകയാണ്. മുഴുവനും മാറാലൊക്കെ കയറി ആകെപ്പാടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. വൈജ പതിയെ കഥ തുറന്ന് അതിനകത്തേക്ക് കയറിയിട്ട് അകത്ത് കയറിപ്പോയി നോക്കാണ്.
മുത്തശ്ശിയുടെ പഴയ ഒരു കല്യാണ ഫോട്ടോയും അതുപോലെ കുറേ വായിച്ച പുസ്തകങ്ങൾ, മുത്തശ്ശിന്റെ ഡയറി, കണ്ണാടി, അങ്ങനെ കുറേ പഴയ സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവളങ്ങനെ ഓരോ ഷെൽഫും തുറന്നിട്ട് ഓരോന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം തപ്പുന്നുണ്ട്. അങ്ങനെ കുറേ ബുക്കുകള്, കുറേ ഫയൽസ് എല്ലാം നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സ്നേഹനികേതനം എന്ന് പറഞ്ഞ ഒരു ഫയല് അവള് കാണുന്നത്. അവളതെടുത്ത് വായിച്ചു നോക്കാണ്. ആ സമയത്ത് അവളിങ്ങനെ കുറെ റെസിപ്റ്റും പൈസ കൊടുത്ത കാര്യങ്ങളും അങ്ങനെ കുറേയൊക്കെ ആ ഒരു ഫയലിനകത്ത് ഉണ്ടായിരുന്നല്ലോ കേട്ടോ. എന്തൊക്കെയോ റെസിപ്റ്റ്, പൈസ അയച്ചതിൻ്റെയും അതുപോലെ കുറെ സ്ലിപ്പുകള്, രസീതുകള് അതെല്ലാം കാണുകയാണ്. അപ്പോൾ കുറെ വർഷങ്ങൾ മുമ്പേ തൊട്ടുള്ളതാണ് കേട്ടോ. 10-20 വർഷമായിട്ട് അങ്ങോട്ടേക്ക് പൈസ അയക്കുന്നതിൻ്റെയും പല പല കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഇവൾ മനസ്സിലോർക്കാണ്, അപ്പോൾ സ്നേഹനികേതനമായിട്ട് അച്ഛന് ഇപ്പോഴും തുടങ്ങിയ ബന്ധമല്ല, 10-20 വർഷമായിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കുന്നുണ്ട്, സംഭാവനകൾ ചെയ്യുന്നുണ്ട്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അവൾ മനസ്സിലോർക്കാണ്. അങ്ങനെ വൈജ വീണ്ടും മുന്നോട്ട് നീങ്ങിയിട്ട് ഓരോ പഴയ ആൽബം ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അതില് അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോയും കുട്ടികളുടെ എല്ലാവരുടെയും ഫോട്ടോയൊക്കെ വൈജ കാണുന്നുണ്ട്. എല്ലാ ഫോട്ടോസും വൈജ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇവക്കൊരു 15-16 വയസ്സ് ആ ഉള്ള സമയത്ത് നമ്മുടെ അലീനയുടെ ഷേപ്പ് അവക്കും തോന്നിക്കുന്നുണ്ട് കേട്ടോ. അലീന ഇപ്പം ഇരിക്കുന്ന പോലല്ല, കുറച്ച് ആ ഒരു കാലഘട്ടത്തിൽ ചുരുണ്ട മുടിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു രീതിക്ക് കുറച്ച് ഡാർക്ക് സ്കിന്നൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടിയെപ്പോലായിരുന്നു ആ സമയത്ത് വൈജ, ഒരു 10-14 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ആ ഫോട്ടോ നോക്കുമ്പോൾ അസല് അലീനയെപ്പോലെ തന്നെ തോന്നിക്കുകയാണ് കേട്ടോ. അവൾ ഒന്നുകൂടി ആ ഫോട്ടോ ഒക്കെ ക്ലിയർ ചെയ്ത് നോക്കുമ്പം അങ്ങനെ തന്നെ ഫീൽ ചെയ്യാണ്. 10-20 വയസ്സായപ്പോൾ ഇപ്പോൾ ഉള്ള അലീനയുടെ ചെറിയൊരു രൂപസാദൃശ്യമൊക്കെ ഇവക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവ മനസ്സിലോർക്കാണ്, അമ്മ പറഞ്ഞത് ശരിയാണല്ലോ, അലീനയ്ക്ക് എൻ്റെ നല്ല ചായ ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിലോർക്കുന്നുണ്ട്. അങ്ങനെ അവള് ഓരോ ആൽബങ്ങൾ ഇങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആൽബത്തിനിടയിൽ നിന്നും ഒരു രസീത് പോലെ ഒരെണ്ണം കിട്ടുകയാണ് കേട്ടോ. ഒരു കാർഡ് പോലെ കിട്ടുകയാണ്. നോക്കുമ്പം അതിനകത്തും സ്നേഹനികേതനം എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഡേറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആ ഒരു ഡേറ്റ് അവൾ ഓർത്ത് നോക്കുകയാണ്, അത് ഏത് ഡേറ്റ് ആണെന്ന്. നോക്കുമ്പം അവള് പ്രസവിച്ച ആ ഡേറ്റ് ആണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. 23 വർഷം മുമ്പ് അലീനനെ അവൾ പ്രസവിച്ചല്ലോ, ആ ഒരു ദിവസത്തെ ഡേറ്റ് ആണ് ആ ഒരു കാർഡിൽ ഉണ്ടായിരിക്കുക. അത് കണ്ട് അവൾ ഓർക്കുന്നുണ്ട്, ഈ ഒരു ദിവസത്തിലെ കാർഡ് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നൊക്കെ അവൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആൽബം മുഴുവനും അരിച്ചു പരക്കാണ്, വേറെ എന്തെങ്കിലും കിട്ടുമെന്ന്. അങ്ങനെ അത് മൊത്തം എടുത്തുകൊണ്ട് അവൾ നോക്കാണ്, അതിലൊന്നിനില്ല കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ്റെ ഡയറിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ പഴയ ഡയറിയൊന്നുമല്ല, മുത്തശ്ശൻ മരിക്കുന്നതിന് കുറച്ചാൾ മുമ്പ് വരെ ഒരു ഡയറി മാത്രമേ ഉള്ളൂ കേട്ടോ. സ്നേഹനികേതത്തിലേക്ക് പോയ കാര്യങ്ങളൊന്നും തന്നെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതവൾ വീണ്ടും അടച്ചു വെക്കാണ്. വീണ്ടും അവളിങ്ങനെ ഓരോ ഫയലുകളും ഓരോന്നും തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അവസാനം അച്ഛൻ്റെ ഒരു വിൽപത്രം അവൾക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പെട്ടി പോലൊരു സാധനത്തിനകത്ത് ആരും കാണാതെ ഒരു അലമാരയ്ക്കുള്ളിൽ ഏറ്റവും അടുത്ത ഡ്രോയിൽ, അതായത് അവിടെ ഒരു പെട്ടി ഉണ്ടെന്ന് പോലും തോന്നില്ല, അങ്ങനെ ഒരു ഹൈഡായിട്ടുള്ളൊരു സ്റ്റോറായിരുന്നു കേട്ടോ. അത് ഇവക്ക് അറിയായിരുന്നു. അപ്പോൾ അത് അവളൊന്ന് തുറന്ന് ജസ്റ്റ് നോക്കുകയാണ്. കുട്ടിക്കാലത്ത് എപ്പോഴോ അച്ഛൻ അതിലിങ്ങനെ സാധനങ്ങൾ വെക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഓർമ്മയിലാണ് ആ ഒരു തുറന്നു നോക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരു വിൽപത്രം ലഭിക്കുന്നുണ്ട്. അവൾ ആ വിൽപത്രം ഇങ്ങനെ എടുത്ത് അവിടെ ഇരുന്നുകൊണ്ട് വായിച്ചു നോക്കുകയാണ് കേട്ടോ. വായിച്ചു നോക്കുമ്പം അതിലെ കാര്യം കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ഈ മുത്തശ്ശന് ടൗണിലായിട്ട് തന്നെ 2 ഏക്കർ സ്ഥലവും അതുപോലെ തിരുവനന്തപുരത്ത് തന്നെ മെയിനായിട്ടുള്ളൊരു സ്ഥലത്ത് 10 ഏക്കറോളം വരുന്ന ഒരു തെങ്ങും തോപ്പും ഉണ്ട് കേട്ടോ. തെങ്ങും പല ഇതുമുള്ള ഒരു തോപ്പാണ്. കുറച്ച് അകത്തോട്ട് കയറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതൊക്കെ ഇതുവരെ ഇവർക്ക് ആർക്കും അങ്ങനെ വീതിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യാത്ത സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം 6 പേരിൽ രജിസ്റ്റർ ആക്കിയേക്കുന്നതെന്ന് അവൾ നോക്കുകയാണ്. നോക്കുമ്പം ആ പേര് കണ്ട് അവൾ ഞെട്ടിപ്പോണുണ്ട്. അലീനയുടെ പേരിലാണ് അച്ഛൻ ആ വിൽപ്പത്രം തയ്യാറാക്കിയിരിക്കുന്നത്. അത് കണ്ട് അവൾക്ക് ആകെപ്പാടെ ഷോക്കാവുന്നുണ്ട്. അവിടുത്തെ 10 ഏക്കർ, ഇവിടുത്തെ 2 ഏക്കർ, എങ്ങനെ പോയാലും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് അലീനയുടെ പേർക്ക് അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാമെങ്കിലും അച്ഛൻ അലീനയുടെ പേർക്ക് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഇവൾ ഓർക്കാണ്. എന്നിട്ടുള്ളത് വെപ്രാളം പിടിച്ച് മറിച്ച് നോക്കുന്നുണ്ട്. ഡേറ്റ് നോക്കുമ്പോൾ അച്ഛൻ മരിക്കുന്നതിന് 2 ദിവസം മുന്നെയാണ് കേട്ടോ ഈ ഒരു വിൽപ്പത്രം തയ്യാറാക്കിയിരിക്കുന്നത്. തയ്യാറാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്.
ഈ ഒരു സംഭവം ഉണ്ടെന്ന് മറ്റാർക്കും അറിയില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഇത് കാണുമല്ലോ, ആ ഒരു ഓർമ്മയ്ക്കാണ് കേട്ടോ ഇവിടെ വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അച്ഛൻ്റെ വക്കീലിന് ഈ കാര്യങ്ങളെല്ലാം അറിയാം. എന്തെങ്കിലും ഈ സ്ഥലത്തെ പറ്റി ഒരു സംസാരം ഉണ്ടാകുമ്പോൾ അത് പുറത്തെടുക്കാനായിരുന്നു കേട്ടോ ആ ഒരു വക്കീലിന്റെ തീരുമാനം. അതിനു മുമ്പെയാണ് വൈജി അത് കണ്ടുപിടിച്ചത്. അനിയുടെ പേരില് ഈ പത്രം തയ്യാറാക്കിയതില് അവൾക്ക് നല്ല ദേഷ്യമുണ്ട്, നല്ല സംശയമുണ്ട്. പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് ഇറങ്ങാണ്. ഈ വിൽപത്രവുമായിട്ട് നേരെ മുത്തശ്ശി അരികിലേക്ക് പോണുണ്ട്. മുത്തശ്ശിയോട് ചോദിക്കാണ്, അമ്മ ഇത് കണ്ടിരുന്നോ? മറ്റേ ടൗണിലുള്ള 2 ഏക്കർ സ്ഥലം, പിന്നെ ഉള്ളിലോട്ട് ഒരു ഗ്രാമപ്രദേശത്ത് ഒരു 10 ഏക്കർ തെങ്ങുന്തോപ്പില്ല അച്ഛന്, ദേ അതെല്ലാം ആരുടെ പേരിൽ രജിസ്റ്റർ ആക്കിയേക്കുന്നതെന്ന് അമ്മ കണ്ടോ എന്ന് ചോദിക്കാണ്. ആരുടെ പേരില മോളെ എന്ന് ചോദിക്കുമ്പം വേറെ ആരുമല്ല, അവളുടെ ആ അലീനയുടെ പേരില്. അലീനയുടെ പേരിലോ? അദ്ദേഹോ? അതെന്തിനാ അങ്ങനെ ചെയ്തത്? അമ്മേ, അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. അതിന്റെ ആവശ്യം എന്താ? അവള് നമ്മുടെ ആരാ? ഈ വീട്ടിലേക്ക് ഒരു സെർവനായിട്ട് കൊണ്ടുവന്നുള്ളല്ലേ അവള്. എപ്പോഴാണല്ലോ അവൾ ബാലേന്ദ്രന്റെ മകളായത്? ഇതുവരെ അവളൊരു ജോലിക്കാരില്ലായിരുന്നോ? അങ്ങനാണെങ്കിൽ പിന്നെ അച്ഛനെന്തിനാ അവക്ക് ഈ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുത്തത്? എനിക്കറിയില്ല മോളെ, എന്നോട് അതിനെക്കുറിച്ച് അച്ഛൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിക്ക്, ഞാൻ അച്ഛന്റെ വക്കീലിനെ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വൈജ വക്കീലിനെ വിളിക്കാണ്. അച്ഛന്റെ പഴയ വിൽപത്രം നോക്കിയപ്പോ അതിൽ നിന്നൊരു വിൽപത്രത്തില് അലിയുടെ പേര് കണ്ടു. 2 ഏക്കർ സ്ഥലവും 10 ഏക്കർ തെങ്ങുന്തോപ്പും അവളുടെ പേർക്ക് അച്ഛൻ രജിസ്റ്റർ ആക്കിയേക്കാണ്. അതിന്റെ അർത്ഥം എന്താ? അപ്പോ ആ വക്കീല് പറഞ്ഞിട്ടുണ്ട്, ആഹാ, അത് നിങ്ങൾ കണ്ടുപിടിച്ചോ? ഈ സ്ഥലത്തിന് ഒരു തർക്കം വരും, അത് ആരുടെ പേരിലാണെന്ന്. ആ സമയത്ത് വിൽപത്രത്തിന്റെ കോപ്പി എന്നിലുണ്ട്. അത് മാത്രല്ലാതെ നിങ്ങളുടെ വീട്ടില് അലമാരയില് ഏറ്റവും അടിയിലായിട്ട് വിൽപത്രം വെക്കുന്ന ഒരു ഡ്രോയർ ഉണ്ടെന്നും അതിൽ സൂക്ഷിച്ചുണ്ടെന്നും നിങ്ങളുടെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാണോ ആ സ്ഥലത്തിന്റെ പേരിൽ ഒരു കശവശി ഉണ്ടാവണത്, അപ്പോൾ അത് സബ്മിറ്റ് ചെയ്താൽ മതി എന്നാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാ അതിനെക്കുറിച്ച് ആരോടും പറയാതിരുന്നത് എന്ന് പറയുമ്പോ വൈജി ചോദിക്കാണ്, അല്ല, ഈ അലീന ഞങ്ങളുടെ കുടുംബത്തിലെ ആരുമല്ല, ഒരു അനാഥയാ. പിന്നെ എന്തിനാ അച്ഛന് അങ്ങനെ ചെയ്തത്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മോളെ. എന്നോട് നിന്റെ അച്ഛൻ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. എന്റെ ജോലി ഞാൻ ചെയ്തു കൊടുത്തു. അലിയുടെ പേർക്ക് ആക്കാനാ അച്ഛൻ പറഞ്ഞത്. അത് ഇഷ്ടദാനമായിട്ടാണ് കൊടുത്തിരിക്കണതും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ആർക്കൊന്നും പറയാനും പറ്റില്ല, കേസ് എടുക്കാൻ പോലും പറ്റില്ല എന്ന് പറയാണ്. വൈജ ഫോൺ കട്ടാക്കുന്നുണ്ട്. അച്ഛൻ മരിക്കുന്നതിന് കുറച്ചു ദിവസം മുമ്പാമേ ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്കിലും അലിയുടെ പേർക്ക് ഇത്രയധികം സ്വത്തുക്കൾ എന്തിനായിരിക്കും അച്ഛൻ എഴുതി വെച്ചത് എന്ന് ചോദിക്കാണ്. ഞാൻ പറഞ്ഞില്ലേമേ, അലീന എന്തോ അച്ഛനുമായിട്ടെന്തോ ബന്ധമുണ്ട് എന്ന് പറയാണ്. ഞാൻ പറഞ്ഞില്ലേ മോളെ, അലീന ബാലേന്ദ്രന്റെ മകളല്ലേ. പറഞ്ഞു വരുമ്പം അവള് ഭാവിയില് നിന്റെ മകളായിട്ട് തന്നെ വരുമല്ലോ. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. അമ്മ എന്ത് വർത്താനേ പറഞ്ഞത്? അവന്റെ മകൾ അങ്ങനെ എന്റെ മകളാകും? അത് മാത്രല്ല, അവനെ പോലെ ഒരു ചതിയനെ എനിക്ക് വേണ്ട. അപ്പൊ മുത്തശ്ശി പറഞ്ഞിട്ട്, ബൈജയ് നീയും അതേ തെറ്റ് ചെയ്തവളാ. ഇപ്പൊ നിന്റെ ആ കുഞ്ഞ് മരിച്ചു പോയില്ലാന്നെങ്കിൽ അവക്ക് ഇപ്പോ അലീനയുടെ പ്രായം ഉണ്ടായേനെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നിന്റെ കുട്ടി തിരിച്ചു വന്നെങ്കിലോ നീ എന്ത് ചെയ്തേനെ എന്ന് ചോദിക്കാണ്. അതിനന്നേ എന്റെ മോള് മരിച്ചു പോയതല്ലേ, എവിടെ നിന്ന് തിരിച്ചു വരാനാ? അതുപോലെയാണോ ഇത്? എന്റെ ഒപ്പം വളർന്നൊരു പെണ്ണിനെ കൊണ്ടാ അയാൾ വന്നിരിക്കുന്നത് എന്ന് പറയാണ്. ഞാൻ പോയി നോക്കട്ടെ ഇനി അച്ഛന്റെ പെട്ടിയില് എന്തൊക്കെയാ വേറെ കിട്ടാനുള്ളതെന്ന്. എന്റെ സംശയമേ ഇത് അച്ഛന്റെ മോളാണോന്നാ. ഛേ വൈജേ, നീ എന്തൊക്കെയാ പറഞ്ഞത്? നിന്റെ സ്വന്തം അച്ഛനെ കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞേ? പിന്നെ ഇതൊക്കെ കണ്ടാല് ഞാൻ അങ്ങനെ പറയാതിരിക്കാമേ. കഴക്കൂട്ടത്തൂന്ന് പെട്ടെന്നൊരു ദിവസം മരിക്കാൻ കിടന്ന തള്ള എണീച്ചു വന്ന് അച്ഛനെ കാണുന്നു. അച്ഛൻ വെപ്രാളം പിടിച്ച് അങ്ങോട്ട് പോണു. അവിടുന്ന് ഒരു പെണ്ണിനെ കൊണ്ടിരുന്നു. അവളുടെ പേരില് കുറെ സ്വത്തുക്കൾ എഴുതി വെക്കുന്നു. എന്തൊക്കെയാ അമ്മേ നടക്കുന്നത്? ഇതിന്റെയൊക്കെ പിന്നില് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അപ്പോ മുത്തശ്ശി പറയാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ കുട്ടി അന്ന് മരിച്ചു പോയല്ലോ. അപ്പോ നിനക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായെന്നും നീ അങ്ങനെ പോയവളാണെന്നൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞാല് എന്തായിരിക്കും അവസ്ഥ? നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്ന് പറയുമ്പോ എന്തവസ്ഥയാ? അതോടുകൂടി അയാളുമായിട്ടുള്ള ബന്ധം ഞാനങ്ങ് അവസാനിപ്പിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ എന്തായാലും പോയി മുറിയിലൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വൈജ നേരെ മുറിയിലേക്ക് പോവാണ്. അങ്ങനെ മുറിയിൽ ചെന്നിട്ട് അവള് വീണ്ടും ഇങ്ങനെ തപ്പുന്നു കേട്ടോ. ആ സമയത്താണ് ബുക്കുകളുടെ ഇടയിൽ നിന്നും പഴയ ഒരു മുത്തശ്ശന്റെ ഡയറി അവൾക്ക് കിട്ടുന്നത്. ഇത് നോക്കുമ്പം 10-23 വർഷം മുമ്പുള്ള ആ ഒരു ഡയറിയാണ് കേട്ടോ. അപ്പോ മുത്തശ്ശൻ ഇങ്ങനെ എഴുതിയേക്കുന്ന കാര്യങ്ങളെല്ലാം അവള് വായിച്ചു നോക്കുകയാണ്. അപ്പോ അതായത് അന്നേ ദിവസം അവള് പ്രസവിച്ച ദിവസത്തെ കുറിച്ചൊക്കെ മുത്തശ്ശൻ എഴുതിയിട്ടുണ്ട്.
എൻ്റെ മകളിങ്ങനെ പിഴച്ചു പോയെന്നും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ അവളിപ്പോൾ ജീവിക്കണേ, അവളിങ്ങനെ ഒരു ഗർഭിണിയായി നാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ തുടങ്ങി സ്റ്റാൻലിയുമായിട്ടുള്ള വൈദ്യരുടെ പ്രണയബന്ധത്തെക്കുറിച്ചും അവൾ ഗർഭിണിയായതിനെക്കുറിച്ചും നാട് വീട്ടുകാർ മുഴുവനും എല്ലാം അറിഞ്ഞു. നാണക്കേടായി അങ്ങനെയുള്ള കാര്യങ്ങളെ മുത്തശ്ശൻ എഴുതിയിരിക്കുകയാണ്. അതിനുശേഷമാണ് വൈദ്യ ഡെലിവറി സ്റ്റോറി മുത്തശ്ശൻ എഴുതിയേക്കുന്നത് കേട്ടോ. വൈജ ഇന്ന് പ്രസവിച്ചു. ഒരു പെൺകുട്ടിയായിരുന്നു പ്രസവിച്ചത്. പ്രസവിച്ച ഉടനെ തന്നെ ഞാനും കുഞ്ഞിരാമൻ നായരും കൂടി കൂടിയിട്ട് ആ കുട്ടിയെ അവിടുന്ന് മാറ്റി. എന്നിട്ട് വൈജയോട് ആ കുട്ടി മരിച്ചു പോയെന്നാ പറഞ്ഞത്. വൈജയോട് മാത്രമല്ല, എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. വൈജയ്ക്ക് അത് വല്ലാത്ത ഷോക്കായിരുന്നു. പക്ഷേ അവളുടെ ജീവിതം നന്നാൻ വേണ്ടി എനിക്കങ്ങനെ ചെയ്തേ സാധിക്കുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ അവളെ അറിയാതെ ആ കുട്ടീനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു. അവളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ലായിരുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. ഇത് കേട്ട് വൈജയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ആകെപ്പാടെ ഷോക്കായി നിൽക്കുകയാണ്. വെപ്രാളം പിടിച്ച് അവൾ പേജ് മറയ്ക്കുന്നുണ്ട്. അടുത്ത പേജിൽ മുത്തശ്ശൻ എഴുതിയിരിക്കുകയാണ്: അവളെ ഞാൻ കഴക്കൂട്ടത്തുള്ള സ്നേഹനികേതനം എന്നൊരാശ്രമത്തില് പ്രജിത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യില് ആണ് ഏൽപ്പിച്ചത്. അവര് കുട്ടികളെയൊക്കെ പൊന്നുപോലെ നോക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ സ്നേഹനികേതത്തിലേക്കായിട്ട് ഞാൻ ഒരുപാട് സംഭാവനയും കൊടുത്തു. അങ്ങനെ ആ പെൺകുട്ടിനെ ഞാൻ അവിടെ ഏൽപ്പിച്ചു. എൻ്റെ മകളോ മറ്റാരും ഈ ലോകത്ത് ഈ വിവരം അറിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ മകളുടെ ജീവിതത്തിന് ഇനി അതാണ് നല്ലത്. അവളെ ഒരുത്തൻ ചതിച്ചിട്ട് പോയി. ഇനി ഒരിക്കലും അവക്ക് ഈ കുട്ടിയുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം ലഭിക്കില്ല. അവക്ക് നല്ലൊരു ജീവിതം ലഭിക്കണമെങ്കിൽ ഈ ഇവളുടെ ജീവിതത്തിൽ നടന്ന ഈ ഒരു സംഭവം അതാരും അറിയാൻ പാടില്ല എന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്: ഞാൻ അവിടെ കൊണ്ടുപോയപ്പോൾ സൂര്യൻ ഉദിച്ച പോലെയായിരുന്നു ആ കുഞ്ഞിന്റെ മുഖം. അവിടെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ എന്നെ ചങ്ക് പൊട്ടിപ്പോന്നല്ല തോന്നി. പക്ഷേ ഒരച്ഛനെന്ന നിലയിൽ എനിക്കത് ചെയ്തേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രജിത്തയുടെ കയ്യിൽ ആ കുട്ടിയെ ഏൽപ്പിച്ചു. അവരവൾക്ക് അലീന എന്ന് പേര് നൽകി എന്ന് പറയാണ്. അലീന എന്ന് പേര് നൽകിയെന്ന് കേട്ടപ്പോൾ നമ്മുടെ വൈദ്യയുടെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ. അവക്കത് കാലിൽ കൂടെ എന്തോ ഒരു പെരുത്ത് കയറുന്ന പോലെ ഒരു ഷോക്ക് പോലെ ആയിരുന്നു കേട്ടോ. മുത്തശ്ശൻ എന്നിട്ട് വാക്കി എഴുതിയിരിക്കുകയാണ്: അവിടുന്ന് തിരികെ പോരുമ്പോൾ ഞാൻ കുഞ്ഞിനെ തിരിഞ്ഞിരി നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ കുഞ്ഞി കാലുകളും കുഞ്ഞി കൈകളും അവളെ കരുതുന്നതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുമായിരുന്നു. കുറെ പണവും കുറെ സംഭാവനകളൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു. അവർക്ക് ഒരു നിധി കിട്ടിയ പോലെയായിരുന്നു അലീനാനെ. അവിടെ വേറെയും കുറെ കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരും ഓടി വന്ന് അവളെ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ തിരിച്ചു വന്നു. പിന്നീട് ബാക്കി കഥകളൊക്കെ എഴുതിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വൈജയനെ ബാലേന്ദ്രനെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യങ്ങളും എല്ലാം എഴുതിയിരിക്കുകയാണ്. അങ്ങനെ വൈജയ്ക്ക് ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടാകുന്നവരെ, രോഹിത് ഉണ്ടാകുന്നത് വരെ ബാലേന്ദ്രനാണെങ്കിൽ മുത്തശ്ശൻ അലിനെ പോയി സ്ഥിരമായി കാണുമായിരുന്നു കേട്ടോ. അവക്കൊണ്ടെല്ലാം മേടിച്ചു കൊടുക്കായിരുന്നു, എല്ലാം ചെയ്യായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇനിയിപ്പോ താൻ ഇങ്ങനെ ഒരു വിസിറ്റ് നടന്നതും വൈജയുടെ ജീവിതത്തിന് അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ കരുതിയിട്ട് നേരെ ഞാൻ സ്നേഹനികത്തിലേക്ക് പോയിട്ട് ഇനി ഒരിക്കലും ഞാൻ വരില്ല അലിനെ കാണാനായിട്ട്. എൻ്റെ മകളുടെ ജീവിതമാണ് എനിക്ക് വലുത്. അവളെ ഇനി പൊന്നുപോലെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറെ സംഭാവനയൊക്കെ നൽകിയിട്ട് അവിടുന്ന് മുത്തശ്ശൻ അവസാനമായിട്ട് അലിനെ കണ്ടിട്ട് തിരിച്ചിറങ്ങുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൂടി അതിൽ എഴുതിയിരിക്കാം കേട്ടോ. ഇതൊക്കെ വായിക്കുമ്പം വൈജയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ആ ഡയറിയിൽ വീഴുകയാണ്. അവൾ പതിയെ ആ ഡയറി അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവൾ ആ കസേരയിൽ പോയിരുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അവൾക്ക് എന്ത് ചെയ്യണം, എന്ത് പറയണം, എന്താണ് അടുത്ത സ്റ്റെപ്പ് ഒന്നും മനസ്സിലാവാതെ ആകെപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവുകയാണ്. ആ ഡയറി മറിച്ച് നോക്കുമ്പം അതിൽ നിന്ന് ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട് കേട്ടോ. പ്രജിത്താമ്മയുടെ കയ്യിൽ ആ കുഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫോട്ടോ ആണ്. അങ്ങനെ ഈ ഡയറി അവള് നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. അലിയിലോട് താൻ ചെയ്ത ദ്രോഹമൊക്കെ അവൾ ഒരു നിമിഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അവളെ ഉപദ്രവിച്ചതും പലപ്പോഴായി ശിക്ഷിച്ചതും അവളെ മോശക്കാരിയാക്കിയതും അതുപോലെ സ്വന്തം ഭർത്താവിനെ കൂട്ടിച്ചേർത്ത് അവളെ വൃത്തിയോട് പറഞ്ഞതും എല്ലാം ഇവൾ ഓർത്ത് പൊട്ടിക്കരയുന്നുണ്ട്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ അവൾ ആകെപ്പാടെ തല പേർന്ന് നിൽക്കുകയാണ് കേട്ടോ. അവൾ എന്നിട്ട് ആ മുറിയിൽ നിന്ന് ആ ഡയറിയും എടുത്ത് കതക് പൂട്ടി താക്കോലും കൊണ്ട് അവൾ നേരെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടി ഡ്രൈവറാണ് ഓടിച്ചോണ്ട് വന്നത്. ആ വണ്ടി എടുത്തുകൊണ്ട് അവളും പോണുണ്ട്. അപ്പോ മുത്തശ്ശി കമലയോട് ചോദിക്കാണ്: വൈജ പോയോ? ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നോടൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് ഇറങ്ങി പോവായിരുന്നു. എന്താ നിങ്ങൾ അവൾ പ്രശ്നങ്ങളുണ്ടായോ? എന്ത് പ്രശ്നം? അവൾ അങ്ങോട്ടങ്ങോട്ട് പോകുന്ന കണ്ടു, പിന്നെ ഇങ്ങോട്ടേക്ക് വന്നുമില്ല എന്ന് മുത്തശ്ശി കള്ളം പറയാണ്. വൈജ നേരെ അവളുടെ വീട്ടിലേക്ക് പോണുണ്ട്. ഈ ഡയറിയും എടുത്തിട്ടോ പോണത്. ആ ഡയറി അവള് മറച്ചു പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയിട്ട് അവൾ കിടക്കുന്ന കട്ടിലിന്റെ താഴെ വെക്കുന്നുണ്ട്. ഈ സമയത്ത് അലീന അവിടെ ഓരോ ജോലിയിലായിരിക്കും.
മേഡം എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അകത്തേക്ക് പോയിട്ട് ആ വടിയൊക്കെ മാറ്റി വെച്ച് അവിടെ കിടക്കാണ്. അലീന അരികിലേക്ക് വന്നിട്ട് കൊല്ലപ്പള്ളിയിലേക്കാണോ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. മേഡം ഉച്ചയൂണിനുള്ള സമയമായി, ഗുളികയൊക്കെ കഴിക്കേണ്ടതല്ലേ? ഈ ആഹാരം കഴിച്ചോ, എന്നിട്ട് ഗുളിക തരാം എന്ന് പറയുമ്പോൾ ഇനി മുതൽ നീ എന്നെ മേഡം എന്ന് വിളിക്കണ്ട എന്ന് പറയാണ്. അയ്യോ അതെന്താന്ന് ചോദിക്കുമ്പോൾ അമ്മേനെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അലീനയ്ക്കും വല്ലാത്ത ഷോക്കാവുന്നുണ്ട് കേട്ടോ. അലീന ചോദിക്കാണ്, അയ്യോ അതെന്താ അങ്ങനെ? ഇത്രയും കാലം അമ്മ എന്നുള്ള വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ മേഡത്തിന് ദേഷ്യമായിരുന്നല്ലോ, പിന്നെ ഇപ്പം പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ഓ അത് സാരമില്ല, അങ്ങനെ വിളിച്ചാൽ മതിയെന്ന് അവളെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ മനസ്സിൽ അവളിപ്പോൾ ചിന്തിക്കാണ്, എൻ്റെ പൊന്നു മോളേന്ന് വിളിച്ചുകൊണ്ട് അലീനെ കെട്ടിപ്പിടിച്ച് ദൂരെ അവളുടെ നെറ്റിയിലും കവളത്തൊക്കെ ഉമ്മ കൊടുക്കുന്നത് പോലെ അവൾ സ്വപ്നം കാണാണ് കേട്ടോ. ആന്റി അല്ല സോറി മേഡം, മേഡം എന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, നീ പൊയ്ക്കോ, എൻ്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറയാണ്. അപ്പോഴേക്കും അലീന അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണുണ്ട്. വൈജി അപ്പോൾ അവിടെ കിടന്ന് പൊട്ടിക്കരയാണ്. അലീനനെ ഒന്ന് ചേർത്ത് പിടിച്ച് മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ നെഞ്ചു കിടന്ന് തുടിക്കുകയാണ്. ഇത്രയും കാലം അവളോട് ഞാൻ ദ്രോഹം ചെയ്തു. ഇത്രയും കാലം താൻ അറിയാതെ അവള് ഒരു ഓർഫനേജിൽ അനാഥയെ പോലെ വളർന്നു. എൻ്റെ ജീവിതം സുഖിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മോളുടെ ജീവിതം ഞാൻ പാഴാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലറി കരയാണ് കേട്ടോ അവിടെ ഇരുന്നുകൊണ്ട്. അപ്പൊ വൈജയുടെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റം കണ്ട് ഇവളോർക്കാണ് ഇവർക്ക് എന്ത് പറ്റിയെന്ന് കേട്ടോ. അങ്ങനെ അവള് അടുക്കളയിലേക്ക് പോകണുണ്ട്. ആകെപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയില് വൈജ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അവൾക്ക് ചോറുമായിട്ട് അലീന വരണുണ്ട്. അങ്ങനെ മേഡം ഞാൻ വാരി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, എൻ്റെ കൈക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ വാരി കഴിച്ചോളാം എന്ന് പറയാണ്. ശരി ദേ വെള്ളം ഇരിപ്പുണ്ടേ എന്നും പറഞ്ഞിട്ട് അവളോട് നിന്നിട്ട് പോകുമ്പോൾ നീ ഇവിടെ ഇരിക്കുക എന്ന് പറയാണ്. അവൾ അടുത്തിരിക്കുമ്പോൾ എന്താ മേഡം എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാണ്. ഞാൻ പറഞ്ഞല്ലോ നീ എന്നെ അമ്മേന്ന് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ശരി ഞാനിനി അങ്ങനെ വിളിച്ചോളാം, ഇനി മേഡം അതിന് സമ്മതിച്ചല്ലോ, അതന്നെ വലിയ കാര്യം എന്ന് പറയാണ്. അല്ല നീ ഭക്ഷണം കഴിച്ചോ? മേഡത്തിന് സോറി അമ്മയ്ക്ക് എന്നിട്ട് വേണമല്ലോ ഭക്ഷണം കഴിക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. എങ്കിലേ നീ എടുത്തുകൊണ്ടൊന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറയാണ്. വൈജയുടെ ഈ സ്വഭാവത്തിലുള്ള മാറ്റം കണ്ട് അന്തിച്ച് പോവാണ് കേട്ടോ നമ്മുടെ അലീന. എന്താ നീ നോക്കുന്നേ? നീ എന്നെ ഇത്രയും കാലം നന്നായിട്ടല്ലേ നോക്കിയത്, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ഇതുപോലുള്ള സ്നേഹമൊക്കെ എൻ്റെ അടുത്തൊന്ന് പ്രതീക്ഷിക്കാം എന്നും പറഞ്ഞ് എൻ്റെ തലയിൽ കയറരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ഓഹോ ഇല്ല മേഡം സോറി അമ്മ എന്നെ ഒന്ന് സ്നേഹിച്ചല്ലോ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഭക്ഷണം എടുക്കാനായിട്ട് പോകണം കേട്ടോ. അവളെ പോകുന്നതൊക്കെ കാണുമ്പം ഇവള് കരയാണ്. കാരണം തനിക്ക് തുറന്നു പറയാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണല്ലോ. അവൻ ബാലെന്ന സത്യങ്ങൾ അറിഞ്ഞെന്ന് ഇവൾ അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവും മക്കളും ഇനി അറിഞ്ഞാൽ എന്തായിരിക്കും അടുത്തുണ്ടാകാൻ പോണ പ്രശ്നം ഭൂകമ്പം ഓർത്തുകൊണ്ട് അവള് ഒന്നും എല്ലാം മറച്ചു വെക്കാണ് കേട്ടോ. അലീനനെ മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ അവൾ തീരുമാനിക്കാണ്. 10-23 വർഷം തൻ്റെ മകൾക്ക് കൊടുക്കാൻ പോകാൻ പറ്റാതെ പോയ ആ സ്നേഹം മുഴുവനും ഒറ്റയടിക്ക് കൊടുത്തു തീർക്കാന് അവൾ ശ്രമിക്കാണ് കേട്ടോ. മറ്റാരും അറിയാതെ അലീന പോലും അറിയാതെ അവളെ സ്നേഹിക്കാൻ തീരുമാനിക്കുകയാണ് നമ്മുടെ വൈജ. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഞാൻ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മീ വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.